കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് ചെകുത്താൻ നരകത്തിൽ പോകുന്നൊക്കെ ആയിരിക്കാം. ചേച്ചിയുടെ പേര് മുബീസ് പാരഡൈസ് അങ്ങനെയാണ്. പുള്ളിക്കാരി റീൽസിനെ ഇട്ടുകൊണ്ടിരിക്കുക. അതായത് അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു അക്കൗണ്ടാണ്. കണ്ടോ, അപ്പോൾ ചേച്ചി ഹിജാബിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയുവാണ്. ഈ ഒരു വീഡിയോ ഒരു മതത്തിനെ പറ്റിയോ അതിൻ്റെ ആചാരങ്ങളെ പറ്റിയോ അനുഷ്ഠാനങ്ങളെ പറ്റിയോ വിശ്വാസങ്ങളെ പറ്റിയുള്ള വീഡിയോ അല്ല. ഇത് പൂർണ്ണമായും ഓരോ വ്യക്തികളെ പറ്റിയും അവരുടെ ചിന്താഗതികളെ പറ്റിയുള്ള വീഡിയോ ആണ്. 3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു. വേറൊന്നുമല്ല, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു തമ്മിൽ എന്ന പ്രോഗ്രാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻസ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രം തന്നെയാണ് പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഉള്ള രീതിയിലൊക്കെ. അത് ആ വഴിക്ക് വിട്ടു ഞാൻ, അത് കുഴപ്പമില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കാണാനിടയായി. നല്ലൊരു ഡാൻസ്, നമുക്കത് കാണാം. നാല് ദിവസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്ലാഷ് മോബ് പോലെ എനിക്ക് തോന്നിയത്. ഏതൊരു കോളേജിലാണെന്ന് തോന്നുന്നു ഇത് നടക്കുന്നത്, കറക്റ്റ് അറിയില്ല. നല്ല വീഡിയോ ആണ്. ഞാൻ കുറച്ച് കണ്ടു, അത് 1 മിനിറ്റ് വീഡിയോ ആണ്. പിന്നെ സ്കിപ്പ് ചെയ്തു, അങ്ങനെ പോയി. ഇന്ന് രാവിലെ ഞാൻ വേറൊരു വീഡിയോ കാണാനിടയായി. വേറൊന്നുമല്ല, ഈ വീഡിയോനെ പറ്റി പലരും റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നപ്പോൾ ഇതിൽ നടുക്ക് കളിക്കുന്ന കുട്ടി തട്ടുവിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ തട്ടുവിട്ട് കളിച്ചത് വളരെ തെറ്റാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അതായത് തട്ടം, ഹിജാബ് എന്ന് പറയുന്ന അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതിട്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് സെയിം വീഡിയോ, ഇപ്പോൾ കാണുന്ന വീഡിയോ അല്ല ഞാൻ നേരത്തെ കണ്ടത്. നേരത്തെ കണ്ടത് വേറൊരു ആംഗിളിലായിരുന്നു. ഇപ്പോൾ കണ്ടതാണ് ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. ഇന്ന് രാവിലെ കണ്ടപ്പോൾ വീഡിയോ എനിക്കൊന്നും തോന്നിയില്ല, നോർമലായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അതിൻ്റെ കമൻസ് ഞാൻ കണ്ടു. കമൻസ് ഞാൻ കുറച്ച് ഇവിടെ ഷെയർ ചെയ്യാം. അതിൽ വന്നേക്കുന്ന കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ, ജസ്റ്റ് കവറിങ് യുവർ ഹെയർ ഡസൻ മീൻസ് ഹിജാബ് എക്സെട്ര, ഹിജാബ് കാ തമാശ ബനാ ദിയാ ഗോ, ഹിജാബിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിച്ചതായിരിക്കും. വൈ ടു വിയർ ഹിജാബ് വൈൽ ഡാൻസിങ്, പിറ്റി ടു സീ ദിസ് ഗേൾ കവർ അപ്പ്. ഇത് കണ്ട, ഇത് ഉദ്ദേശിക്കുന്നത് ചെകുത്താൻ നരകത്തിൽ പോകുന്നൊക്കെ ആയിരിക്കാം. യു ആർ നോട്ട് എ മുസ്ലിം. Someone's future wife is dancing. If you choose to wear the hijab, respect what it stands for. Hijab is not a fashion statement. Okay. Sister, you are a Muslim. You are different. Muslim ആണ്, അതുകൊണ്ട് നിങ്ങൾ ഡിഫറെൻ്റ് ആണെന്നാ. ഡോണ്ട് ഡു ദിസ് തിങ്. ഒരു ചാട്ടവാറിൽ കൊടുക്കുന്നുണ്ട്, അടി കൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഹിജാബ് ഇട്ടു ഐറ്റം ഡാൻസ് കളിക്കുന്നത് തെറ്റല്ലേ? ഇസ്ലാമിൽ ഹറാമായ കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഇതുപോലെ കാണിച്ചാൽ വിശ്വാസികൾ പറയും. ഇതിലെ ഞാൻ കമൻസിനെ പിന്നെ കാണിച്ചു തന്നില്ല. ആ കാണിച്ചിരുന്ന കമൻസിൽ മിക്കതും ബോയ്സ് ആണ് കമൻറ്റ് ചെയ്തത്. ബോയ്സ് മീൻസ് മെയിൽസ് ആണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഈ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇവർക്ക് ഹറാമാണ്, ഈ സിനിമ കാണുന്നത് ഇവർക്ക് ഹറാമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റീൽസ് നോക്കുന്നത് ഹറാമല്ലേ? പിന്നെ ഈ റീൽസ് കാണുമ്പോൾ പല ടൈപ്പിലുള്ള റീൽസ് അവൈലബിൾ ആണ്. ഇതെല്ലാം കാണും. ഇതൊക്കെ ഇവർക്ക് ഹറാമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയ ശരിക്കും ബാൻ ചെയ്യണ്ടേ? ഈ ഹിജാബ് ഇട്ട് കളിച്ച് ഈ കുട്ടിയുടെ ഡാൻസ് ഇവർ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്, അതായത് ഫോണിൽ. അപ്പോൾ ഇവർ എത്ര ഡാൻസ് ഒക്കെ കാണുന്നുണ്ട്, ഇവർ എങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. ഇതെല്ലാം ഇവർക്ക് ഹറാമല്ലേ? അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ചെയ്താൽ മാത്രമേ ഇവർക്ക് ഹറാമുള്ളൂ, ബോയ്സിന് എന്ത് വേണമെങ്കിലും കാണിക്കാവൂ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ കറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, അതായത് ഇവർ സ്വയം മത പോലീസ് ആകുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇവർ കിടന്ന് സോഷ്യൽ മീഡിയയിലും ഇരുന്ന് സിനിമയും കാണും, എല്ലാം ചെയ്യും. എന്നിട്ട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല. ഞാനേ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ കാണുന്നത് ദാബ്കെ ഡാൻസ് ആണ്. ഇതെനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്. ഈ ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ പലസ്തീൻ, ജോർദാൻ, സിറിയ, പിന്നെ ലബനൻ, ഇവിടെയൊക്കെയാണ് ഈ ഡാൻസ് ട്രഡീഷണൽ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കൊച്ച് പലസ്തീനിലെ കൊച്ചാണെന്നാണ് പറയുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടിയതാണ്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ എന്നെ തിരുത്താം, ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാം കറക്റ്റ് ന്യൂസ് ആയിരിക്കില്ലല്ലോ.
പക്ഷേ ഇവരും തട്ടുകൂട്ടാണ് ഡാൻസ് കളിക്കുന്നത്, അവർ ട്രഡീഷണൽ ഡാൻസ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ആക്ച്വലി ഈ വീഡിയോ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടു. ഫുൾ തട്ടമൊക്കെ ഇട്ടിട്ട് ചേച്ചി വന്നിട്ട് പറയുവാണ്, ഇത് ഞാൻ ആ വീഡിയോ ആദ്യം കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഇവർ പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ ഡാൻസ് ചെയ്തിട്ടും ഈ ഒരു കുട്ടിയാണ് ശ്രദ്ധിച്ചത്. കാരണം എന്താ? ഹിജാബ് ഇട്ടുകൊണ്ട്. ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചില്ല, ടു ബി ഫ്രാങ്ക്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ശ്രദ്ധിച്ചത്. ഹിജാബ് ഇട്ട കൊച്ചിനെ അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് നോക്കിയൊന്നുമില്ല. കൂടാതെ കമൻസ് നോക്കിയപ്പോൾ കമൻസിലുള്ള ആരും ഈ കൊച്ചിനെ കണ്ടിട്ടില്ല. ഇവർ ആ ബാക്കിലിരിക്കുന്ന കൊച്ചിനെ അവരെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് കത്തി തുടങ്ങിയെന്ന് തോന്നുന്നത്. ഇപ്പോഴാണ് കമൻസ് കാണുമ്പോൾ ഫുൾ ഹിജാബിനെ പറ്റിയുള്ള കമൻസ് വരുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? ഇതിൽ ഈ സീറ്റ് ബെൽറ്റ് കാർ എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. നിങ്ങൾ കാണുവാണെങ്കിൽ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ എന്താ സംഭവം എന്ന്. സീറ്റ് ബെൽറ്റും കാറും തട്ടുവിട്ട് ഡാൻസ് കളിച്ചതും എനിക്ക് കണക്ട് ആയില്ല കേട്ടോ. എനിക്ക് നിങ്ങളെ അത്രയും ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടി അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ശരിയാണ്, ഞാൻ ഈ ചേച്ചിയെ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഇവർ വിശ്വാസിയാണ്. അപ്പോൾ ഇവര് പരിശുദ്ധമായി കാണുന്ന ഹിജാബ് ഇട്ട് ഒരു കൊച്ചു ഡാൻസ് കളിച്ചപ്പോൾ ഇവർക്കത് ഹേർട്ടായി. നമുക്കത് ഇവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളിൽ ഒതുക്കി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. ഞങ്ങളുടെ ഈ ഹിജാബ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരിശുദ്ധമായ ഡ്രസ്സാണ്, അതുകൊണ്ട് നിങ്ങളതിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും, അതായത് വിശ്വാസം അടിച്ചേൽപ്പിക്കുക എന്ന് പറയും, അത് തെറ്റാണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു ഈ ഹിജാബ് ഇട്ട് കളിക്കുന്നത് അവർക്ക് ഹേർട്ടായി എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം, കാരണം വിശ്വാസിയാണല്ലോ. പക്ഷേ ഇനി ഹിജാബ് ഇട്ട് കളിക്കരുത് എന്ന് പറയാനുള്ള അവകാശം ഇവർക്കുണ്ടോ? അവിടെയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ കൊന്തയിട്ടിട്ട് ഒരു ഡാൻസ് കളിക്കുന്നു വിചാരിക്കാം. പുതിയൊരു പാട്ട് വന്നിട്ട് നിന്റെ നോണ്ട് കൂടി കണ്ടപ്പോൾ ആ പാട്ട് കൊന്തയിട്ട് കളിച്ചെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും വന്ന് പറയും ഇത് കൊന്തയിട്ടിട്ട് ഈ ഒരു പാട്ട് കളിക്കാൻ പാടില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഹിന്ദു കൊച്ച് ചന്ദനമൊക്കെ തൊട്ടിട്ട് ഈ പാട്ടിന് ഡാൻസ് കളിക്കുകയാണ്, ഇവിടുത്തെ ആരെങ്കിലും വന്ന് പറയാറുണ്ടോ ഇത് ഞങ്ങളുടെ മതത്തിനെ അപമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അവകാശവും ഇല്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ വേറെ കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ കുറെ ഹറാമായിട്ടുള്ള കാര്യമുണ്ട്. സിനിമ കാണുന്നത് ഹറാമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമ 2-2.5 മണിക്കൂറുണ്ട്. റീൽസ് കണ്ട ഹറാമാണോ? ഇപ്പോൾ റീൽസ് 1 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെയൊക്കെയാണല്ലോ. റീൽസ് കണ്ട ഹറാമാണോ? നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന മീഡിയം ഇൻസ്റ്റാഗ്രാമാണ്, യൂട്യൂബാണ്. അതായത് റീൽസ്, ഷോർട്സ് അല്ലെങ്കിൽ റീൽസ്, അതാണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഹറാമാണോ? എനിക്കറിയില്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഡൂസ് ആൻഡ് ഡോൺസ് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് ഹറാമാണോ നിങ്ങൾക്ക്? പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ ചേച്ചിയുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഞാനൊന്ന് നോക്കി. ഞാൻ ഈ ചേച്ചിയുടെ കുറച്ച് റീൽസ് കണ്ടു, നമുക്കതൊന്ന് നോക്കിയാലോ. 640 രൂപ, അഡൽട്സിന് വെറും 720 രൂപ. ഫുൾ ഫൺ ആൻഡ് എൻജോയ്മെന്റ് ഇൻക്ലൂഡിംഗ് സ്നോ വേൾഡ് ആക്ടിവിറ്റീസ്. ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൺലൈനായിട്ടും ബുക്ക്. വെറും 4,900 സോഫ. അതെ, 1 സീറ്റർ അല്ല, നോക്ക്. 75% വരെ ഓഫിൽ ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. ജിമ്മി ചൂവിന്റെ ഈ ഒരു സൺഗ്ലാസിന് 249, ശരിക്കും 1650 കേട്ടോ. 5 ദിർഹം. ഒക്ടോബർ 16 to 19 വരെ മാത്രമായിരിക്കും CBBC സെയിൽ വരുന്നത്. നാട്ടിൽ പോകുന്നത് നേടിയെടുക്കാൻ നമ്മൾ ഓടേണ്ടി വരും, അതിന്റെ പിറകെ ഓടേണ്ടി വരും. ദാ ഇവിടെ 100-ലധികം വ്യത്യസ്തമുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, എന്നാൽ ഇൻഡോറിൽ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്. ഇതിൽ ചേച്ചി ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഫുൾ റീൽസ് ആണ്. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ പ്രൊമോഷൻ വീഡിയോ ഹിജാബ് ഇട്ടിട്ട് തന്നെ ഉണ്ടോ. ഹിജാബ് ഇട്ടിട്ട് കുറെ ആക്ഷൻസ് ഒക്കെ കാണിക്കാം, പക്ഷെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കാണിക്കാം, പക്ഷെ ഡാൻസ് ചെയ്യാൻ പാടില്ല. അതാണ് ചേച്ചി പറയുന്നത്. ഡാൻസ് ചെയ്യാം, ജമ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഓൺ ചെയ്ത് ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാം. സ്റ്റെപ്പ് ഓൺ ചേച്ചി again ഡാൻസ് കളിച്ചു. ഇപ്പൊ കളിച്ചത് ഡാൻസ് അല്ലേ? ഒരുപാട് ഫൺ ആൻഡ് എൻജോയ്മെന്റ് ആണ് ഈ ഒരു സ്പോർട്സ്, സ്നാക്സ് ആൻഡ് ഫുഡ്, മ്യൂസിക് കൂടാതെ എല്ലാ ശരിക്കും ഹിജാബ് ഇട്ടിട്ട് ശരിക്കും ഒരു 5 മിനിറ്റ് ഡാൻസ് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ചേച്ചി ഉദ്ദേശിച്ചത്. റീൽസിലൊക്കെ കളിക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മളൊരു ത്രൂ ഔട്ട് ഒരു സോങ്ങിന് ഡാൻസ് കളിക്കുമ്പോൾ ഹിജാബ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇനി ഹിജാബ് ഇട്ട് കളിക്കുമ്പോൾ ചെറിയ 1 മിനിറ്റ് താഴെയുള്ള പാട്ടിൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു. പക്ഷേ 1 മിനിറ്റ് കൂടുതലൊക്കെ വരുമ്പോൾ സിനിമ പാട്ടൊക്കെ ഇട്ട് കളിക്കുമ്പോൾ ഹിജാബ് ഒന്നും ഇടരുത്. ചേച്ചി ചെയ്യുന്ന പോലെ വെറുതെ ഇങ്ങനെയൊക്കെ കാണിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ ശരിക്കും ഡാൻസ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്ലെയിമിൽ പറഞ്ഞ പോലെ ഇത് മതത്തിനെ പറ്റി പറയുന്ന വീഡിയോ അല്ല. ആരും ഇത് തെറ്റായ രീതിയിൽ എടുക്കരുത്. ഇത് വ്യക്തികളെ പറ്റിയുള്ള വീഡിയോസ് ആണ്. ആ ഒരു കൊച്ചിന്റെ ഡാൻസ് വന്നപ്പോൾ താഴെ വന്ന കമന്റ്സിൽ ആ കമന്റ്സ് ഇട്ട് അവരുടെ ചിന്താഗതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. കാരണം അവരൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല, സ്ത്രീകൾക്ക് കുറെ ഡോൺസ് ഉണ്ട്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ ഈ റീൽസ് കാണും, സിനിമ കാണും, വേണമെങ്കിൽ കള്ളു കുടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ ഇത് ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ കുറെ ചേച്ചിമാരും ഉണ്ട്. ഇപ്പം ഈ ചേച്ചി വന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ആ ചേച്ചിയുടെ കൂടെ നിൽക്കാനാണ് തോന്നിയത്. കാരണം എന്താ, ചേച്ചി നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഈ ഹിജാബ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു വസ്ത്രമായിട്ടാണ് കാണുന്നത്, അപ്പം അതിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ചേച്ചിയുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഫുൾ റീൽസ് ആണ് ചേച്ചിയുടെ. ചേച്ചി ഫുൾ ഹിജാബ് ഇട്ടേക്കുക. ഹിജാബ് ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് ഓരോരോ ആക്ഷനൊക്കെ കാണിക്കുന്നു. ആക്ഷൻ മീൻസ് പ്രൊമോഷന് വേണ്ടിയുള്ള ആക്ഷനൊക്കെ കാണിക്കുന്നു. കൂടാതെ ഞാൻ ലാസ്റ്റ് കാണിച്ചതിൽ ചെറിയ ചെറിയ ഡാൻസുകൾ, ഇങ്ങനത്തെ ഡാൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി മീൻ ചെയ്യുന്നത് ചെറിയ ഡാൻസൊക്കെ കളിക്കാമെന്നായിരിക്കും, പക്ഷേ കോളേജിലൊന്നും കളിക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ്, അത്രയുള്ള വീഡിയോ. വിശ്വാസം നല്ലതാണ്. എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആ വിശ്വാസത്തിലൂടെ മുന്നേറുക. പക്ഷെ മറ്റുള്ളവർ ഞാൻ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ അവർ ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസം അത് അവർക്ക് വിട്ടുകൊടുക്കുക. ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പരിഗണിക്കുക. താങ്ക് യു.